ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് വാട്ട് ഐ ഈറ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോസിൽ ഒരെണ്ണമാണ്. ഇൻട്രോ ശരിയില്ലേ? അപ്പോൾ ഇന്ന് ആദ്യത്തെ ഡിഷ് സ്വീറ്റ് പൊട്ടേറ്റോ. ഇപ്പോൾ എൻ്റെ ഉള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ ഈ സ്വീറ്റ് പൊട്ടേറ്റോ കാണുന്നുണ്ടോ? സ്വീറ്റ് പൊട്ടേറ്റോ വേവിച്ചിട്ട് ഇതുപോലെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ പൊട്ടേറ്റോ മാഷ് ഉണ്ടാക്കില്ലേ അതുപോലെ. എന്നിട്ട് ഇത് സ്ട്രെയിനറിൽ കൂടെ സ്ട്രെയിൻ ചെയ്ത് വെക്കും. കുറച്ച് വലിയ ഹോൾസ് ഉള്ള അരിപ്പ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ പോരുമില്ല അടിയിൽ. നല്ലൊരു ഫൈൻ ടെക്സ്ചർ കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യണേ. എന്നിട്ട് നമ്മളിത് അവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യും, ചിപ്സ് പോലെ ആക്കും. അതാണ് പ്ലാൻ. സ്വീറ്റ് പൊട്ടേറ്റോ ഞാൻ മാഷ് ചെയ്തു റോസ്റ്റ് ചെയ്യാനായിട്ട്, പക്ഷേ പകുതി ഇപ്പോൾ ബിജു തീർത്തു. ബട്ട് എന്തായാലും ഞാനത് ചെയ്യാൻ പോവാ. മാഷ് സ്വീറ്റ് പൊട്ടേറ്റോ നേരത്തെ സീവ് ചെയ്ത് വെച്ചില്ലേ, ആ സീവ് ചെയ്ത മാഷ് പൊട്ടേറ്റോ ഭയങ്കര നല്ല. അത് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ, മസ്റ്റായിട്ട്. എനിക്ക് സാധാ പൊട്ടേറ്റോവിനേക്കാളും ഇഷ്ടമാണ് ഈ സ്വീറ്റ് പൊട്ടേറ്റോ മാഷ് ചെയ്തത്. ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ എഗ്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല. ഇത് ഈ ടെക്സ്ചർ ഒന്ന് കാണിക്കും. ഇതിപ്പോൾ പ്രസൻറ്റേഷൻ ഒന്നും നന്നായിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അത് ഇങ്ങനെ അരിപ്പയിൽ നേരത്തെ കണ്ടില്ല, അരിപ്പയിൽ ഇങ്ങനെ സീവ് ചെയ്ത് മാഷ്. ഇതിൻ്റെ ടെക്സ്ചർ ഒരു രക്ഷയില്ല. ആൻഡ് ഗ്രിൽ ഫിഷിൻ്റെയും ചിക്കൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ ഭയങ്കര നല്ല. അല്ലേ ജോ? എനിക്ക് ആ സ്വീറ്റ് പൊട്ടേറ്റോ ഏത് പൊട്ടേറ്റോന് അതിൽ ക്രീമൊക്കെ ആഡ് ചെയ്തു. ഇതിൽ ക്രീം ഇല്ലാതെ തന്നെ അല്ല, മറ്റേതിൽ നമ്മൾ ക്രീമും ബട്ടറൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഇതിൽ ബട്ടറും ഇല്ല ക്രീമും ഇല്ല, അല്ലാതെ തന്നെ നല്ല. മസ്റ്റ് ട്രൈ. എഗ്സ്, അനിയൻ, പിക്കിൾഡ് അനിയൻ. ഇതൊക്കെ എൻ്റെ പല പല വീഡിയോസിൽ കാണുന്ന സാധനങ്ങൾ. നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി വെക്കണം കേട്ടോ. കുറച്ച് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടേറ്റോ ബോൾ പോലെ ആക്കിയിട്ട് പ്രസ് ചെയ്ത് അവനിൽ വെച്ച് റോസ്റ്റ് ചെയ്യും. ഓയിലില്ലാതെ ഞാൻ ഫ്രൈ ചെയ്യാൻ ഓർത്തു, പക്ഷെ അത് വരുന്നില്ല. അപ്പം ഞാൻ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രസ് ചെയ്യുന്നതിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നു. ഇത് ആക്ച്വലി ചിപ്സ് പോലെ കഴിക്കണം. എനിക്ക് ആ റീലിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി, ചിപ്സ് പോലെ കഴിക്കാൻ നല്ല. എന്നിട്ട് ഗോക്കമൊളിയുടെ കൂടെയൊക്കെ ഒരു രക്ഷയില്ല. ഞങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും സ്വീറ്റ് പൊട്ടേറ്റോയുടെ ഏതെങ്കിലും ഫോം ഇൻക്ലൂഡ് ചെയ്യും. ഇത് പക്ഷേ മാഷ് സ്വീറ്റ് പൊട്ടേറ്റോ നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഒരു 20 മിനിറ്റ്സ് ഹൈ ടെമ്പറേച്ചറിൽ വെക്കാൻ പോകാം. 200 ഞാൻ വെക്കാൻ പോവാണേ, എന്നാലും ഇത് ചിലപ്പോൾ ഫ്രൈ ആവുള്ളൂ. ഇനി ജിജോയുടെ തറവാട്ടിൽ വൺസ് ഇൻ എ മന്ത് ഡാഡിക്ക് ഇമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ മമ്മി എപ്പോഴും മട്ടൻ സൂപ്പ് ഉണ്ടാക്കുമായിരുന്നു. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. മട്ടൻ ബോൺ നന്നായിട്ട് വാഷ് ചെയ്യണം. മൈദയിട്ട് വാഷ് ചെയ്താൽ അതിൻ്റെ ഒരു ഫൗൾ സ്മെല്ല് പോകുള്ളൂ. മൈദ ഞാൻ ഉപ്പും കൂടി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൗൾ സ്മെല്ല് ഒക്കെ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ആരും കഴിക്കില്ല. നന്നായിട്ട് തിരുമ്മി എന്നിട്ട് ഫുൾ വാഷ് ചെയ്ത് കളയാം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കണം അന്ന് തന്നെ സൂപ്പ് ഉണ്ടാക്കണം. ബിക്കോസ് ഇതിങ്ങനെ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ, ഈ റോ മീറ്റ് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആ ഫൗൾ സ്മെല്ല് മാറാൻ ഭയങ്കര പാടാണ്. ഇനി ആദ്യം തന്നെ ജിജോയുടെ തറവാട്ടിലെ റെസിപ്പിയാണ് കേട്ടോ. മമ്മി എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ മാസവും ഉണ്ടാക്കുന്ന റെസിപ്പി. മട്ടൻ സൂപ്പിൻ്റെ ബോൺസ് ആദ്യം തന്നെ ഒന്ന് ബ്രൗൺ ചെയ്യണം. അപ്പം നേരെ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ കുരുമുളക് കുറച്ച് കൂടുതൽ വേണം, ഫുള്ളായിട്ടുള്ള കുരുമുളക്. പിന്നെ കറുവാപ്പട്ടയുടെ ഇല ഒരു 3 എണ്ണം, ഏലയ്ക്ക, കറിയാമ്പൂ, ഇത്രയും വേണം. 2 ഫുൾ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ആഡ് ചെയ്യണം. ഇതൊക്കെയാണ് മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ. ഗാർലിക്ക് കൂടുതലുണ്ട്, ഗാർലിക്ക് ഒരു 12 ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇഞ്ചി ഒരു മീഡിയം സൈസ്. ഇത്ര ഇട്ടിട്ട് ബോൺ നന്നായിട്ട് ഡ്രൈ ആക്കുക, വെള്ളം ഫുൾ വറ്റിക്കുക. ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇനി നമ്മളിതിലധികം മസാലയൊന്നും ഇടുന്നില്ല. മെയിൻ ടേസ്റ്റ് ഈ ബോണിൽ നിന്ന് തന്നെ ഇറങ്ങി വരണം. സ്ലോ കുക്ക് ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ്. ബട്ട് ഞാൻ കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാൻ പോകും. ഒരു സെക്കൻഡ് ഞാൻ ആ പൊട്ടേറ്റോ മാഷ് ചെയ്തതെന്ന് നോക്കട്ടെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ആവണ്ടേ, ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കണേ. മട്ടൻ ബോൺ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അത് ഇനി ഡ്രൈ ആവണവർ അങ്ങനെ ഹൈ ഫ്ലെയിമിൽ കിടന്നാൽ മതി. ഇതെടുക്കാൻ പറ്റുമോ? ചൂടാറട്ടെ കേട്ടോ, എടുക്കാൻ പറ്റുന്നില്ല. മട്ടൻ ബോൺസിലെ വെള്ളം ഫുൾ വറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് കുക്കറിലോട്ട് ഇട്ടാൽ മതി. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഇതിപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് നമ്മുടെ ജോർജി മിൻ്റല്ലേ, നമ്മുടെ പേപ്പറിൽ ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യാൻ ഞാൻ പറയണില്ല കേട്ടോ. ബട്ട് ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ആക്ച്വലി ഭയങ്കര നല്ല. നമ്മുടെ ഈ ചീസ് ഡിപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര നല്ല, ഹെൽത്തിയാണ് ചിപ്സിനേക്കാളൊക്കെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നത്. അതുപോലെ ഓയിൽ തേച്ചാലേ ചിലപ്പോൾ ഇങ്ങനെ പോരുള്ളൂ. ബട്ട് നിങ്ങൾ ആ മാഷ് ഞാൻ മുമ്പേ കാണിച്ചില്ലേ, അത് മസ്റ്റ് ട്രൈ ആണ്. ഇതിലേക്ക് പോകണ്ട. മട്ടൻ ബോൺ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഫുൾ ഗുണം നമുക്കത് കിട്ടില്ല ആക്ച്വലി. പക്ഷേ അതേ ഇവിടെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മൾ നമ്മുടെ പാത്രത്തിലുണ്ടല്ലോ സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റണവർ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ പ്രഷർ കുക്കാണ് ചെയ്യാൻ പോകണം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുറച്ച് അധികം ഉണ്ട്. എങ്കിലും മമ്മി ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ബട്ട് സ്കിന്നിന് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ഇലാസ്റ്റിസിറ്റി ആൻഡ് അതുപോലെ തന്നെ റിങ്കിൾസിന്, പിന്നെ
സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇല്ലാത്ത ഗുണമൊന്നുമില്ല. സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി കേട്ടോ. ഇനി ഒന്നും നോക്കാനില്ല, ഈ ബോൺസ് മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെള്ളം ആഡ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ പാത്രത്തിലാണ് കുക്ക് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് കുക്കറിൽ 40 മിനിറ്റ്സ് വേവിക്കുക. ആദ്യത്തെ വിസിൽ കഴിഞ്ഞ് തീ കുറച്ച് 40 മിനിറ്റ്സ് വേവിക്കുക. മെയിനായിട്ട് ഈ ബോണും കൂടി വേവണം, അതാണ് മെയിൻ തിങ്. വെന്തില്ലെങ്കിൽ വീണ്ടും വെക്കേണ്ടി വരും കേട്ടോ. ബോൺസിനാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വേവണം. ഇതെന്നെ പോലെ ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് പറ്റിയ പണിയല്ല കേട്ടോ. 40 മിനിറ്റ് എന്തായാലും വേണം പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ. മട്ടൻ സൂപ്പ് ട്രൈ ചെയ്യണോ? ഇതെനിക്കൊന്ന് ഇത്തിരി കൂടി വേവണം തോന്നാൻ, ഇല്ലെങ്കിൽ നമുക്ക് ആ കൊളാജൻ റൈറ്റ് എമൗണ്ടിൽ കിട്ടില്ല. ഞാനിത് 40 മിനിറ്റ്സ് വേവിച്ചു, ബട്ട് ഇഗെയിൻ ഒരു 20 മിനിറ്റ്സും കൂടി വെക്കാൻ പോവാം. അടിപൊളി. താളിക്കാനുണ്ട്, ബട്ട് അല്ലാതെ തന്നെ ഒരു എണ്ണയില്ല, ഒന്നുമില്ല, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 20 മിനിറ്റ്സ് കൂടി വെക്കട്ടെ കേട്ടോ. ഇനി ഉള്ളിയിൽ താളിക്കണം. ഉള്ളി ഇവരെ ചേച്ചിമാരാ പറഞ്ഞു ഉള്ളി ബ്ലഡ് ഉണ്ടാവാൻ ഭയങ്കര നല്ല. എനിക്ക് ആദ്യമായിട്ട് അറിയണം കേട്ടോ ഉള്ളി ബ്ലഡ് ഉണ്ടാവാൻ നല്ലതെന്ന്. അതുകൊണ്ടായിരിക്കും ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലേഹ്യം അല്ലേ, ഉള്ളിലേഹ്യം കഴിക്കണേ. അപ്പോൾ 1 കപ്പ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് താളിക്കണം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, അധികമൊന്നും ആവണ്ട. ഞാൻ ചെറുതായിട്ട് ഇപ്പം ജിജോയുടെ തറവാട്ടിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മുളക് പൊടി ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ചെറിയ പിഞ്ച് സ്പൈസി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മസാലപ്പൊടിയും ചെറിയൊരു പിഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ കുരുമുളക് ഫുള്ളായിട്ടുള്ള കുരുമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് സോട്ട് ചെയ്തിട്ട് നമ്മുടെ സൂപ്പിലോട്ട് ആഡ് ചെയ്യും. ഗീ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തേക്കണേ. കംപ്ലീറ്റ് ക്ഷമ പോയിരിക്കട്ടോ, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബോൺസ് വേവുന്നില്ല. അപ്പോൾ ബോൺസ് വേവണ വരെ വേവിച്ചാലേ ഉദ്ദേശിക്കുന്ന ഗുണം ബോഡിക്ക് കിട്ടുള്ളൂ. കാര്യം വേറെ പണിയൊന്നുമില്ല, കുക്കറിലിട്ട് വേവിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയില്ല വെയിറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ആ താളിച്ച ഉള്ളിയും നമ്മൾ മസാലയൊക്കെ ഇട്ട് താളിച്ചില്ലേ, അത് ആഡ് ചെയ്യാം. എന്നിട്ടും ഒരു 20 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടാ. അപ്പോൾ ഈ ശരിക്കത്തൊരു ആ സൂപ്പിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഇതിൽ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇത് മര്യാദയ്ക്ക് കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ ചീത്ത മണമായിരിക്കും വരുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. സോ ഇതിപ്പോൾ ഇത്രയും സമയം എടുക്കണ കാരണം എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ രാവിലത്തെ നേരത്തെ തന്നെ എടുത്ത് പ്രഷർ കുക്ക് ചെയ്യുക. പണിയൊന്നും ഇല്ലല്ലോ, അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ നേരത്തെ തന്നെ എടുത്ത് പ്രഷർ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പാത്രത്തിലാണ് വേവിക്കണതെന്ന് വെച്ചാൽ നേരത്തെ തന്നെ പണി തുടങ്ങാം, എന്നാലേ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാവുള്ളൂ. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണതാണ് ഏറ്റവും ബെസ്റ്റ്. രാത്രി എന്ന് വെച്ചാൽ കുറച്ച് ഹെവി ആയിരിക്കും, ഫാറ്റ് ഉള്ള കാരണം ഞാൻ റെക്കമെൻഡ് ചെയ്യണ ബ്രേക്ക്ഫാസ്റ്റിനാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ബ്രെഡ് ഗീലൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാം, പക്ഷേ എനിക്ക് ബ്രെഡിനോട് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ വിനാഗിരിയിലിട്ട പെപ്പർ ഉണ്ടല്ലോ, പിക്കിൾ ചെയ്ത പെപ്പർ, അതാണ് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് എടുക്കണത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ മുഴുവനായിട്ട് കഴിക്കാം. ഇത് ആക്ച്വലി ഇപ്പം മട്ടൻ സൂപ്പൊക്കെ കഴിക്കുമ്പോൾ വണ്ണം വെക്കുന്നൊക്കെ പറയില്ലേ, ബട്ട് ഇത് ക്വാണ്ടിറ്റിയിൽ ശ്രദ്ധിച്ചാൽ മതി. ബട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിപ്പിക്കണം. ആക്ച്വലി ടേസ്റ്റ് ഭയങ്കര നല്ല. ഈ ഉള്ളിയും സവാളയൊക്കെ വന്നിട്ടേ പീസ്. ഇത് മാത്രം മതി. പക്ഷേ ലഞ്ചിന് ഞാൻ വേറൊരു ഗംഭീര സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് കണ്ടൊരു സാധനം റീലിൽ. ബട്ട് ഇത് ഒരു ദിവസത്തേക്ക് ഫുൾ ഇരുന്ന് കഴിക്കാൻ മാത്രം അത്രയും നല്ലൊരു സാധനമാണ് ഈ മട്ടൻ സൂപ്പ്. കഴിക്കട്ടെ. ശരിക്കും വെന്ത് കഴിഞ്ഞാൽ ബോണും കൂടി നമുക്ക് കഴിക്കാൻ പറ്റും, അത്രയും വേവണം. അപ്പോൾ ഈ ബോൺസിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് മാക്സിമം കൊളാജൻ റിലീസ് ചെയ്യുന്ന അപ്പോഴാണ് ബോൺസിൽ നിന്ന്. അപ്പോൾ വേവാണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്നതിൻ്റെ ഗുണം ഒട്ടും കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് എല്ല് വേവിക്കാനായിട്ട് മറക്കരുത്. ഇനി ലഞ്ചിൻ്റെ പരിപാടി. ലഞ്ചിന് മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട്. ഇപ്പം നല്ല വെയിലുള്ള കാരണം ഈ മുഴുവനായിട്ട് ഞങ്ങൾ മല്ലിപ്പൊടിയൊക്കെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നതാണ്. മുഴുവനായിട്ടുള്ള മല്ലി വെയിലത്ത് നല്ല ഒരു 4-5 മണിക്കൂറൊക്കെ നല്ല ചൂടിൽ വെയിലത്ത് വെച്ചിട്ട് ചൂടായിട്ട് തന്നെ പൊടിച്ചു വെക്കണം. തീരണേക്കാളും മുമ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള ഇതൊക്കെ മേടിക്കും. അപ്പോൾ നല്ല സ്പ്രെഡാക്കി വെച്ചിട്ട് നല്ല വെയിലത്ത് വെക്കാം. മട്ടൻ മപ്പാസും ചിക്കൻ മപ്പാസിനൊക്കെ ഇല്ലേ, മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് മെയിനായിട്ട് നിൽക്കണത്. അപ്പോൾ അതിന് വേണമെങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ച മല്ലി തന്നെ വേണം. ഇതിപ്പോൾ ഫ്ലാറ്റ് ആണെന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഞങ്ങളിവിടെ എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. മൂടി വെക്കണം കേട്ടോ, മൂടി എടുത്തോണ്ട് മറന്നുപോയി. ഇനി ഇന്നത്തെ ലഞ്ച് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണത് തന്നെ ബാഹുബലി മീൽസ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ബാഹുബലി മീൽസ്? ആൻഡ് ഇത് ഈ മീൽസ് കോയമ്പത്തൂരും ചെന്നൈയിലൊക്കെയാണ് ഉള്ളത്, ഈ ബാഹുബലി മീൽസ്. ആൻഡ് മെയിനായിട്ട് ഇത് സെർവ് ചെയ്യണത് 26 to 30 ഇഞ്ചസിൻ്റെ വലിയ പ്ലേറ്റിൽ ഒരു 30 കറികളുണ്ട്. അതാണ് ഇന്ന് ഞങ്ങളുടെ ലഞ്ച്. ആൻഡ് 5-6 പേരുടെ പോർഷനാണത്. അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതുകൊള്ള മിറർ പോലെ ഉണ്ട്. അയ്യോ, ക്യാമറമാൻ ഇതിലുണ്ടല്ലോ, റിഫ്ലക്ഷൻ അതിലുണ്ടോ? വീഡിയോയിലില്ല. ഈ ഫ്ലാറ്റ് ഫുൾ ഈ പ്ലേറ്റിൽ കാണാട്ടോ എനിക്ക്.
ഇത് കൊള്ളാം. ഷാഹിദ ഇനി നല്ല പണിയുണ്ട് കേട്ടോ. ഇത് ഞാൻ 3 ടൈപ്പ് ബിരിയാണി വേണം ഇതിനകത്ത്. ബട്ടർ ചിക്കൻ, പനീർ ബട്ടർ മസാല, ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ 65 ഇല്ലാത്ത സാധനമൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത്. ബട്ട് ഇത് ഡക്ക് റോസ്റ്റ്, ഇതെല്ലാം ഞങ്ങൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി. ഇല്ലാത്ത സാധനം ഞങ്ങൾ ഇന്നലത്തെ കറിയിൽ നിന്നൊക്കെ ഗ്രേവിയിൽ നിന്നൊക്കെ പനീർ എടുത്തിട്ട് ആ ഡിഷ് ആക്കിയിട്ടുണ്ട്. അത് അല്ലാതെ എനിക്ക് ആ ബാഹുബലി മീൽസ് വീട്ടിൽ റെഡിയാക്കാൻ നോർമലി നമുക്ക് പറ്റില്ല. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പോവുക. ഞാൻ 3 ടൈപ്പ് ഞാൻ പുറത്ത് സർദാർജിക്ക ഡാബയിൽ പറഞ്ഞു. പിന്നെ ഡെസേർട്ടും ഗുലാബ് ജാമുനൊക്കെ അത് എവിടെ നിന്നായിരുന്നു മറന്നുപോയി. നമ്മുടെ പനീർ മേടിക്കുന്ന സ്ഥലം ബികാഷ് ബാബു, അവിടെ നിന്നാണ് മേടിച്ചത്. ഞാൻ കഴിച്ച് തീർക്കല്ലേ. നമ്മുടെ ബാഹുബലി മീൽസിന്റെ മെയിൻ സാധനമാണ്. ബാഹുബലി മീൽസിൽ ആരൊക്കെ എന്തൊക്കെയുള്ള നമ്മുടെ കട്ടപ്പ മറ്റേ ദേവസേന എല്ലാരും ഉണ്ട്. അത് ആ പേരിലൊക്കെയാണ് ഓരോ ഡിഷസ് അറിയപ്പെടുന്നത്. അതെനിക്ക് ഇഷ്ടം. അത് സ്റ്റഫ് നാൻ ഫ്രം സർദാർജി കാ ഡാബ. ഗ്രേവി എല്ലാം ഉണ്ട്. ഇത് കേട്ടിട്ടുണ്ടോ ബാഹുബലി മീൽസ്? കേട്ടിട്ടുണ്ടോ? എപ്പോഴാ? നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ കേട്ടതല്ലേ? അല്ല, ഞാൻ ശരിക്കും ബട്ടർ ചിക്കൻ, പനീർ ബട്ടർ മസാല, ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ 65, ഫിഷ് ഫ്രൈ, ഡക്ക് റോസ്റ്റ്, മട്ടൻ കറി, മട്ടൻ ഫ്രൈ, മട്ടൻ ബ്രെയിൻ, 3 ടൈപ്പ് ബിരിയാണി, പ്ലെയിൻ റൈസ്, റൈത്ത എല്ലാം ഉണ്ട്. ഒന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോട്ടാ. മധുരമുള്ള നാന അതെല്ലാം വേണം. അതിനെയൊക്കെ പേരിടണം. ഒരു പേരുണ്ട്. ഇതിന്റെയൊക്കെ പേര് ഞാനേ ഇടാൻ പോണേന്ന്. ഞാൻ തിന്ന് ഓവറായിട്ട് തിന്നു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു പോവേ. ഓ, എല്ലാം വെറൈറ്റി. അതെ, വെറൈറ്റി നാൻസ് ആണ് ഇതിൽ വേണ്ടത്. ബാഹുബലി മൂവിയിൽ ഒരാളുണ്ടല്ലോ, ആ വില്ലൻ, അതാണിത്. സ്പൈസി ആയിട്ടുള്ള നാൻ. ശരിക്കുള്ള പേരെന്താ? ശരിക്കും പേരില്ല, ആ കഥയിലെ ക്യാരക്ടേഴ്സ് ആണ്. ഓരോ മൂവിയിലെ ക്യാരക്ടേഴ്സിന്റെ പേര് ഓരോ ഡിഷസിന് കൊടുത്തേക്കണ്. അപ്പയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാലേ, കട മൊത്തം ഓർഡർ ചെയ്ത് തന്നിട്ടാ. എനിക്കൊന്ന് അപ്പയ്ക്ക് നാൻ കഴിക്കാൻ തോന്നുന്നുണ്ട്. അതാണ് ഇങ്ങനെ 3, 4, 5, 6 ടൈപ്സ് ഓഫ് നാൻ. നാൻ വെക്കുമ്പോൾ തന്നെ 30 ഡിഷിൽ പകുതി നാനായിട്ടുണ്ട്. ദാൽ മഖ്നിയും ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദാൽ മഖ്നിയുടെ റെസിപ്പി എനിക്ക് അത്ര ഷുവർ അല്ല. ഡ്രിങ്ക്സ് ആയിട്ട് 2 ടൈപ്പ് ലസ്സി വേണം, സർബത്ത് വേണം, റോസ് സർബത്ത്. അത് ഞാൻ റോസ് എസൻസ് ഇട്ടിട്ട് അതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല, നോക്കിയിട്ടും ഒരു മനസ്സിലായില്ല. ബട്ട് ഞാൻ റോസ് എസൻസ് ഇട്ടിട്ട് നമ്മുടെ ലൈം സർബത്ത് ഉണ്ടല്ലോ അത് ഉണ്ടാക്കാൻ പോവാം. ഞാൻ സെറ്റ് ചെയ്യാൻ പോവാം. ഇന്നലത്തെ കുറച്ച് ബ്രെയിൻ ഫ്രൈ ഉണ്ടായിരുന്നു, മട്ടൺ ബ്രെയിൻ ഫ്രൈ. ഇത് ആക്ച്വലി ഒരു ഡിഷ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നല്ലൊരു പേരിട്ട് അവിടെ ഇറക്കിയാൽ സെറ്റാണ്. ഈ പേര് കൊള്ളാട്ടോ, ബാഹുബലി മീൽസ്. അപ്പോൾ ബ്രെയിൻ തീരും ഇന്ന്. പനീർ ബട്ടർ മസാല ഇത് ഞങ്ങൾ ഇന്ന് ചെയ്താട്ടെ, റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ, ഇതും റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മട്ടൻ കറി. മട്ടനും ഈ ബട്ടർ ചിക്കനും പനീർ ബട്ടർ മസാലയും മട്ടനൊക്കെ മട്ടൻ കറിയൊക്കെ എന്തായാലും വേണം. നമ്മുടെ ചിക്കൻ 65, നമ്മുടെ ഡക്ക് റോസ്റ്റ്. ഈ ഡക്ക് റോസ്റ്റ് മാത്രം എങ്ങനെ ഇതിനകത്ത് അവർ ഗൂഗിൾ ചെയ്തപ്പോൾ എങ്ങനെ അത് വന്നു എന്ന് മനസ്സിലാവണില്ല. ബിക്കോസ് ഇത് നമ്മുടെ പ്രിപ്പറേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഡക്ക് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി വേറെ വല്ലവരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണേ. നമ്മുടെ കേരള പ്രിപ്പറേഷൻ ആണോ തമിഴ്നാട് പ്രിപ്പറേഷൻ ആണോ എന്ന്. നമ്മുടെ അനിയൻ സാലഡ് ഒരു 2-3 വെറൈറ്റി വേണം. ഇത് നമ്മുടെ പിക്കിൾ ചെയ്ത അനിയൻസ്, കേർഡിൻ്റെ സാലഡും വേണം. ഇവിടെ ദാൽ മഖ്നി, ദാലിൻ്റെ 2 ടൈപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദാൽ. ഇത് സർദാർജി കാ ഡാബയിൽ നിന്ന് മേടിച്ച ദാൽ മഖ്നി. ഇത് നമ്മുടെ ഗ്രിൽഡ് പനീർ. ഗ്രിൽഡ് ഐറ്റംസ് 2-3 ടൈപ്പ് വേണം ആക്ച്വലി. ഇത് ഞാൻ ടോഫു വെച്ചും ചെയ്തു. ഇറ്റ് വാസ് നൈസ്. ഈ സെയിം മസാല. അയ്യോ ജിജോ, അത് ഇതിലേക്കുള്ളതാ, കഴിക്കല്ലേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്യാം. ഇനി കേർഡ് സാലഡ്. ഇവിടെ ആകെ ബഹളം കണ്ടോ ഇവിടെ. അതൊന്നും മൈൻഡ് ചെയ്യില്ലേ, കാരണം ഇത്രയും കറികൾ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ യുദ്ധമായി. ഇങ്ങനെ ജീരകമൊക്കെ ഇട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വെച്ച പരിപ്പ്. ഇനി ബിരിയാണി ഞാൻ ഇങ്ങനെ തന്നെ ഇത്തിരി വലുതായിട്ട് തന്നെ സെർവ് ചെയ്യാണ്ട്, കാരണം ഇവിടെ എല്ലാവർക്കും ബിരിയാണി വേണം. ഇത് ഹൈദരാബാദി സ്റ്റൈൽ മട്ടൻ ബിരിയാണി, ഇത് തമിഴ്നാട് സ്റ്റൈൽ ഗില്ലി ബിരിയാണി, പിന്നെ വൈറ്റ് റൈസ്. അത് എന്തായാലും വേണം. ആക്ച്വലി ചില ആൾക്കാർ വൈറ്റ് റൈസ് കഴിക്കാനാണ് എനിക്കും ഇഷ്ടം. ചിക്കൻ ഫ്രൈ, അത് 2 പീസൊക്കെ ഉണ്ട്. ഇവിടെ ജോജിക്കും മന്നിക്കൊക്കെ വേണ്ട വരും. പിന്നെ നമ്മുടെ കരിമീൻ ഫ്രൈ. കരിമീനാണ് കേട്ടോ. കരിമീൻ പക്ഷേ തമിഴ്നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ബട്ട് ഇവിടെ ഫിഷ് ഫ്രൈ ഉണ്ട് ഈ മീൽസിൽ. ബട്ട് അത് കരിമീനാവാൻ സാധ്യതയില്ല. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ കോളിഫ്ലവർ മഞ്ചൂരിയൻ. ചൂട് ഇതിപ്പോൾ എൻ്റെ പേടിയേ, ഇത് ചൂടായിട്ട് തന്നെ സെർവ് ചെയ്താലേ എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഈ ഇന്നലത്തെ മേടിച്ച ഡിസേർട്ട്സ് ഒന്ന് സെറ്റ് ചെയ്യുമോ? 3 ഡെസേർട്ട് വേണം. ഇത് നമ്മൾ ഏതാ മേടിച്ചേ? ബികാഷ് ബാബുല് അയ്യോ ഇത് നോർമൽ ഗുലാബ് ജാമുനാ. ഇപ്പുറത്തോട്ട് വന്ന് വെക്കോ, ഞാൻ പോയിക്കോട്ടെ. ഷായിദയുടെ പേരിൽ ഒരു സാധനം ഇറങ്ങിണ്ടേ, ഷായി ചംചം. ഒരെണ്ണത്തില് മിക്സ് ചെയ്തിട്ടല്ലേ, മറ്റേതാ ഞാൻ കഴിച്ചത്. ഇതേതാ? മലായി റോൾ. ഇതെങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഭയങ്കര ഫീലിംഗ് അല്ലേ? വലിയ
ഇല്ല ഇല്ല, അത് ഓരോരുത്തരും അവരവരുടെ പ്ലേറ്റിലെടുത്ത് കഴിക്കണം. ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ആ അത് രണ്ടും കിട്ടും, എന്തായാലും ആവശ്യം വരും ജോർജിക്കൊക്കെ. ഇപ്പം എത്ര കറിയായി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 3 ടൈപ്പ് 20 21 22 3 ടൈപ്പ് നാൻ ആൻഡ് ഷർബത്ത് വരുന്നുണ്ട് 24. അത് സോറി സർബത്ത്. മന്ന ഒന്ന് സെറ്റ് ചെയ്ത് കൂട്ടാ. ലൈം പിക്കിളല്ല, വടുക പുളി കാണാൻ ഇഷ്ടമായിട്ടാ. പക്ഷേ ആ ജോർജിനെ കൂടി ഒന്ന് വിളിക്കുക പ്ലീസ്, എനിക്കിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മുടെ നാൻ, അത് മധുരമുള്ള നാണോ? അതെല്ലാം മിക്സ് ചെയ്ത് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. ഇന്നിവിടെ എല്ലാ രീതിയിൽ നിന്ന് എടുക്കണേ, ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്താൽ മതി. നല്ലതല്ലേ ആക്ച്വലി? ആ അത് അമ്മ കണ്ടായിരുന്നു, അമ്മ ചെക്ക് ചെയ്തപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇതെല്ലാം ഗൂഗിൾ ചെയ്തു കുറച്ചധികം. നമുക്കറിയാത്ത കാര്യങ്ങൾ ഗൂഗിൾ ചെയ്തായിരുന്നു. മമ്മിക്ക് ഇപ്പം നല്ല ഫുൾ ഓഫ് നോളജ്. അയ്യോ ഇതെന്താണ്? അത് ഞാൻ എടുത്തു. ഷായദയുടെ ഫേവറേറ്റ് നാനിവിടെ ഉണ്ട് കേട്ടാ. എരിവുള്ളത് എല്ലാവർക്കും ഉള്ളതുണ്ട്. ഓ ഇതിനി ടേബിളിന്റെ സെന്ററിൽ സെറ്റ് ചെയ്ത് ഒരു ചില്ലറ വെയിറ്റ് അല്ല കേട്ടോ ജിജോ. മാച്ചിക്ക് വെയിറ്റ് ഭയങ്കര വെയിറ്റ്. ജിജു കരിമീൻ മാത്രം, കരിമീൻ. സാലഡ് വേണ്ടേ? സാലഡ് ജിജോ കരിമീൻ പകുതി. അതെ, മീൻ വെക്കുമ്പോൾ കട്ട് ചെയ്ത് വെക്കണേ. കാരണം എന്താ വെച്ചാൽ ഇത് 5 പേരുടെ മീൽസ് ആണ്. അപ്പോൾ കട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇത് കണ്ട ജിജോ, ഇത് മാത്രമേ കഴിക്കാൻ ഉദ്ദേശമുള്ളൂ. മനക്ക് ഇതിലേതാ വേണ്ടേ? ഇതിലേതാണ്? ഓ ഇത് കൺഫ്യൂഷനായി പോയി. പ്ലേറ്റ് എടുത്ത് ജോർജിനെയും വിളിക്ക്. തണുത്ത് ഉണക്കാളും മുമ്പ് കഴിക്കൂട്ടാ. പ്ലേറ്റ് ഈ പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ തന്നെ കഴിക്കണം, നല്ല രസം. മന്നയ്ക്ക് അത്ര മതി എന്നല്ലേ പറഞ്ഞു? ഉണ്ട്. മന്നയ്ക്ക് ഏതാ വേണ്ടേന്ന് പറ. അതെ എല്ലാം കുറച്ച് കുറച്ച്. ഓ അത് കൊള്ളാം. അതെ, ഞാൻ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ മന്ന ഇഷ്ടമുള്ള എടുക്കേ ജിജോ. ഇത് ചിക്കൻ 65, അതുപോലെ തന്നെ ഗോബി 65, മഞ്ചൂരിയൻ. ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു വേണ്ടത്, പക്ഷേ ഇതെങ്ങനെയുണ്ട് എല്ലാം കൂടി കഴിച്ചിട്ട്? പപ്പടം യു വോണ്ട്? പപ്പടം ഉയ്യോ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയത് പറയല്ലേ? ആ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയ ഗില്ലി ബിരിയാണിയാണ്. സെയിം റെസിപ്പി എന്നല്ല, അത് തന്നെയാണ്. ആ ബിരിയാണി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചതാ, ഇങ്ങനെ ഒരു പ്ലാൻ ഉള്ള കാരണം. ബാഹുബലി മീൽസ് ദേ ദാൽ മഖ്നി സൈഡില്. അയ്യോ അത് നല്ല ടേസ്റ്റ് ആണ് ആക്ച്വലി. അവിടെ വെക്ക്, ദാൽ മഖ്നി നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് ആദ്യം ഗോബി 65 ആൻഡ് ചിക്കൻ 65 വേണം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ടോ. അയ്യോ മന്ന ജോർജിക്ക് ഇല്ലപ്പോ. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളു, ഇതാ 2 പീസ് ഉള്ളൂ. കുറച്ചുണ്ടാക്കിയാൽ മതി. അതാണ് ബാഹുബലി മീൽസ്. ബ്രെയിൻ ഓക്കെ. ഇത് എന്നിട്ട് മിനിഞ്ഞാന്നത്തെ ആണ്. ആ ബ്രെയിൻ ഉണ്ട്. ഇതാണ് ബ്രെയിൻ ആൻഡ് എഗ്സ്. അത് നമ്മൾ വീഡിയോയിൽ ഇട്ടതാ റെസിപ്പി. ഇത് കംപ്ലീറ്റ് നമ്മുടെ എല്ലാം പോയിട്ട് എല്ലാവരും കൈ കൊണ്ടൊക്കെ എടുക്കാൻ തുടങ്ങി. ഇത്രയധികം ഫുഡ് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഓർഗാനിക് ആയി പോവും. 1 പീസ് ഓഫ് ഡക്ക്. ഡക്ക് വേണം. ജിജോലിന് എന്തോ പറ്റിയിട്ട് എല്ലാം കഴിക്കുന്നുണ്ട്. എനിക്കൊന്ന് വിഷ്വലി നമ്മൾ നന്നായിട്ട് പ്രസന്റ് ചെയ്താണ്ടല്ലോ, അത് തന്നെ നമ്മുടെ ആപ്പിറ്റൈറ്റ് ബിൽഡ് ചെയ്യും. അതുകൊണ്ട് അത് മറക്കല്ല, നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ. അത് പരിപ്പ് കറി. ഇതെന്ത് സാധനം? അത് മട്ടൻ കറി. അത് ഭയങ്കര നല്ല തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ കറി. മനക്കത് ഇഷ്ടമാവും, ശരിക്കും ഇഷ്ടപ്പെടും. മട്ടൻ ചുക്ക. മട്ടൻ ചുക്ക. You can have with plain rice or biryani or naan. Anything. Paneer tikka. എല്ലാം എടുത്തു. ഇനി some naan. Okay. Stuffed ആണോ വേണ്ടേ കുട്ടന്? ഇത് സ്വീറ്റ് ആണോ? കണ്ടിട്ട് കൊള്ളാലോ. വൈറ്റ് റൈസ്. ഞാൻ പറഞ്ഞില്ലേ, സോറി. വൈറ്റ് റൈസ് എല്ലാവർക്കും ആവശ്യം വരും. ഇങ്ങനെ ഇത്രയും കറികൾ കാണുമ്പോൾ ഇത്ര മതിയാ? പപ്പട്. അയ്യോ ചിക്കൻ. ഇത് മറ്റേ തമിഴ്നാട് സ്റ്റൈൽ. ജിജോ അത് ജോർജിക്ക് കൊടുക്കാം. ജോർജിനെ വിളിച്ചോ, ഷായിദ വിളിച്ചോ ജോർജിനെ. മട്ടൻ ഗ്രേവി. ആക്ച്വലി നമ്മുടെ ബാഹുബലി ബിരിയാണിക്ക് ഗ്രേവി വേണമെന്നാണ് പറയണേ. അയ്യോ ഇത് കഴിഞ്ഞാൽ ജോർജ് കൊല്ലും. ഓൾ സെറ്റ്. ദാറ്റ്സ് 2 ടൈപ്പ് ഓഫ് അച്ചാർ. രണ്ട് സെപ്പറേറ്റ്. അല്ല എനിക്കിന്ന് മതിയായി. അല്ല ഇത്രയധികം കണ്ടാൽ തന്നെ എൻ്റെ വിശപ്പ് പോയിട്ടാ. പക്ഷേ ഈ നമ്മുടെ ബികാഷ് ബാബുവിലെ ഈ സ്റ്റഫ്ഡ് ഡെസേർട്ട് ഉണ്ടല്ലോ, ഇതെന്താ പേര് പറഞ്ഞു കേട്ടോ വീണ്ടും, മലായ സംതിങ്. അതെനിക്ക് കഴിക്കണം. ഞാൻ ഈ റോസ് സർബത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. മന പ്ലീസ് ടേസ്റ്റ് ദിസ്. ഇത് ഭയങ്കര നല്ല
മറ്റേ നിങ്ങൾക്കൊരു ആഡ് ഉണ്ട് ഷാ ഭയങ്കര മധുരം പക്ഷെ നല്ല ആ ഭയങ്കര മധുരമായി പോയി. ബട്ട് ഇത് നമ്മുടെ ഇത് മസ്റ്റ് ട്രൈ ആട്ടാ. ഇത് നമ്മുടെ ജെല്ലി ഇല്ലേ അതിന്റെ ടേസ്റ്റ് ഉണ്ട്. ജിജോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇത്ര മധുരം ഇടരുത്. എനിക്ക് റോസ് വാട്ടർ ഇഷ്ടം. സമാധാനം. അപ്പൊ റോസ് എസൻസിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു ട്രൈ ഉണ്ട്. മാംഗോ ലസ്സി. ഇത് വരെ മാങ്ങ ഫ്രോസൺ മാങ്ങയും ലസ്സിയും കൂടിയിട്ട് പക്ഷേ തൈരും കൂടിയിട്ട് അടിച്ചു പഞ്ചസാര ഇട്ടിട്ട്. നല്ല പ്ലെയിൻ ലസ്സി വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ്. മധുരം കുറവുള്ള ലസ്സിയാണ്. ഇത് നമ്മുടെ ഞാൻ കലൂർ എക്സിബിഷനിൽ നിന്ന് മേടിച്ച മറ്റേ പൊടി വെച്ചുണ്ടാക്കിയ ഗോബി മഞ്ചൂരിയൻ, ഗോബി 65. അത് എപ്പോഴും നല്ല ആ ഒരു പൊടി നല്ല പേര് മറന്നു. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് പ്ലേറ്റ് ആയിട്ടേ സമാധാനമായിട്ട് കഴിക്കണേ. എനിക്ക് വേറെ ഒന്നും എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഇത്ര അധികം കണ്ടിട്ട് ഞാൻ ഈ ഡെസേർട്ട് എടുക്കുക. ഇത്ര അധികം കഴിച്ചില്ല, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഴിക്കും. ഇത് ഏത് ഡെസേർട്ടാണെന്ന് അറിയില്ല, നമ്മുടെ വികാഷ് ബാബുടെയാണ്. പക്ഷേ ഇതുവരെ അവിടെ നിന്ന് കഴിച്ചതിൽ ഏറ്റവും ഒട്ടും എനിക്കിഷ്ടമില്ലാത്തൊരു ഡെസേർട്ടായിപ്പോയി. സോറി. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. എൻ്റെ വാട്ടർ ഈറ്റിൻ്റെ ഡേയുടെ കണ്ടിന്യൂഷൻ പോയി. മന്നയുടെ കൂടെ പുറത്ത് പോയപ്പോൾ ഇവിടെ ആരും ഇല്ല. ഇനി ഞാൻ ഓർക്കണേ പുറത്തുനിന്ന് ഓർഡർ ചെയ്താലോന്ന്. സ്ഥിരം വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഇവിടെ ഫ്രൈഡേയാണ്, വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ നാസിയാൻ മീ ഒരു വീക്ക്നെസ്സാണ്. നാസിയാൻ മീയിലെ പ്രോൺ ഹർഗാവോ അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഓയിലൊന്നും ഇല്ല കേട്ടോ, വെറുതെ സ്റ്റീം ഡംപ്ലിങ് ആൻഡ് അകത്തെ ഫില്ലിങ്ങും വെറുതെ പ്രോൺസ് ഇങ്ങനെ വെച്ചിട്ട്, അതുപോലെ അത്രയും ബ്ലാൻഡ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടാവുള്ളൂ. ബട്ട് അത് ഞാൻ ഇന്നിപ്പോൾ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് ഓർത്തു. ഇനി സാലഡൊന്നും ഉണ്ടാക്കാൻ വയ്യ, ഒന്നും വയ്യ. നാസിയാൻ മീല് ഞാൻ പ്രോൺ ഹർഗാവ് ഓർഡർ ചെയ്യുന്നുണ്ട്. വേണം എന്തെങ്കിലും? വേണോ ജിജോ? ഫിലാഡൽഫിയ സൂഷി റോൾ. നാസിയാനീന്ന് അമ്മ ഓർഡർ ചെയ്യുന്നുണ്ട്. വേണോ? ഏതാ വേണ്ടേ? അപ്പ സൂഷി റോള് പറഞ്ഞിട്ടുണ്ട്. ജോർജിക്ക് എന്താ വേണ്ടേ? സെയിം. അപ്പൊ 2 പറയട്ടെ. അമ്മയും അത് തന്നെ പറഞ്ഞേ. ഫുള്ള് അത് വേണോ നിനക്ക്? 6 2 പ്രോൺ ഹർഗാവോ, ഡൈനാമിക് സൂഷി റോൾ 1. അത്രയും മതി. വീണ്ടും മാറ്റിയാ? എനിക്ക് ഒരു നൂഡിൽ സൂപ്പ് പോലെ കഴിക്കണ്ടായിരുന്നു. സൂഷി എനിക്കിപ്പോ റോ ആയിട്ടുള്ള സാധനം കഴിക്കാൻ തോന്നില്ല. എന്നാ പിന്നെ നൂഡിൽ സൂപ്പ് അത് എനിക്കും ഇഷ്ടം. അത് പറഞ്ഞു റാമൻ പോലെ ഞാനും വരാന്നാ. അല്ല ആ ബോട്ടം റൈറ്റ് സൈഡ് ഇത്തിരി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അല്ല ശരി ഫുൾ ഗുണാന്ന് തോന്നണട്ടാ. ജോജി ഇപ്പൊ കഴിക്കുന്നുണ്ടോ? നാസിയാനി എത്തിയെന്ന് തോന്നുന്നു. താങ്ക് യു. ഇതപ്പോൾ സിംഗപ്പൂർ റൈസ് പറഞ്ഞിട്ടുണ്ട്. ടേബിളിൽ സെറ്റ് ചെയ്യോ കൂട്ടാ? അപ്പനെ വിളിച്ചു. അപ്പോൾ താഴെ നടക്കാൻ പോയേക്കാം. ഇതും തുറന്നു തരുമോ? 2 ഉണ്ട്. ജോജിക്ക് ഒരെണ്ണം, അമ്മയ്ക്ക് ഒരെണ്ണം. വേറൊന്നുമില്ല. ഇനി നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് പറയാൻ വേണമെങ്കിൽ. ഇനിയും വിശക്കുവാണെങ്കിൽ നമുക്ക് വല്ല ഷവർമ പോലെയും കൂടി ഓർഡർ ചെയ്താലോ? തുറക്ക്. ഓ ജോജി നീറ്റായിട്ട് തുറക്ക് ജോജി. ജോജി ഇതാ നാസിയാൻ മീലെ ആൾക്കാർ കണ്ടാലുണ്ടല്ലോ, പാക്ക് ചെയ്ത ആൾക്കാർ. എനിക്ക് ഒരെണ്ണം തരാം, എന്നിട്ട് ഞാൻ എൻ്റെ കുളിച്ചു. ഓക്കെ, ഇത് ഒരെണ്ണം മതി. അപ്പോൾ ഇത് ജോജിയുടെയാണോ അമ്മയുടെയാണോ? അമ്മേൻ്റെ. കണ്ട, ഇത് എൻ്റെയും ജോജിയുടെയും മന്നയുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ. ഞങ്ങൾ മിക്ക വീക്കെൻഡ്സും ഓർഡർ ചെയ്യും. അയ്യോ അമ്മയുടെ ആണെങ്കിൽ അത് ഒഴിക്കണ്ട, അമ്മയ്ക്ക് ഒരു ഇത്തിരി മതി. ഡൈനമിക് സൂഷി റോളിലൊക്കെ പറയാം. അതപ്പ പറഞ്ഞിട്ടില്ല, അപ്പളേക്കും ഇത് കഴിക്കാൻ തോന്നി. നല്ലല്ലേ? ജോജിയുടെ പൊട്ടിക്കുമ്പോൾ അമ്മയ്ക്കും തരണേ ഒരെണ്ണം. ഇത് പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല, പക്ഷെ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. തന്നെ നാസിയാൻ മീലെ തന്നെ സിംഗപ്പൂർ ചിക്കൻ റൈസ്. ശരിക്കും നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ കഴിക്കില്ലേ ചിക്കൻ ആൻഡ് റൈസ്, അതേ ടേസ്റ്റാണ്. ജിജോന് ഭയങ്കര ഇഷ്ടം ഇത്. വേറെ മസാല എരിവ് അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര ബ്ലാൻഡ് ടേസ്റ്റ് തന്നെ ഇത്. ചൂട് പോയ അപ്പയുടെ നിന്ന് കിട്ടും കേട്ടോ. പാക്കിങ് ഇവരുടെ ഭയങ്കര നല്ല. റൈസും ചിക്കൻ സ്റ്റോക്കും ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തരും. ഇത് കണ്ടോ പാക്കിങ് ഉണ്ടല്ലേ? എന്താ പോർക്ക് ചോയ് എൻ്റെ ഫേവറേറ്റാണ്. ഇത്രയും ബ്ലാൻഡ് ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ഓർഡർ ചെയ്തോട്ടെ. അതെന്താ കൂട്ടാ, സ്റ്റോക്കാണോ? ഒരു പിടി അമ്മയ്ക്ക് തരുമോ? എല്ലാം കൂട്ടണേ, സ്റ്റോക്കും കൂട്ടണം, എനിക്ക് ആ ബോക്ക് ചോയും വേണം.
ആ താങ്ക് യു. അയ്യോ ജോർജി ഇതെങ്ങനെ കഴിക്കണേ? അങ്ങനെയാണ്. പലതരം ഗ്രേവീസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പം എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ജോർജിക്ക് അമ്മയ്ക്ക് ഇപ്പം ജോർജി ആഡ് ചെയ്ത ഗ്രേവി മിക്സ് ചെയ്തിട്ട് ഒരു പിടി തന്നെ. ഞങ്ങൾ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ എടുക്കാം. അപ്പം എനിക്ക് സമാധാനമായിട്ട് ഇത് കഴിക്കണം, ഭയങ്കര ടേസ്റ്റ്. ബൈ പറഞ്ഞ പക്ഷെ ഞാൻ ഇവരെന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ട് പോയി. ജോർജിക്ക് ഷവായി വാങ്ങിക്കണം. കലൂരിലെ ബീറ്റ് ബോക്സിലെ ഷവായി ആണ് മേടിക്കാൻ പോകുന്നത്. ഇനി ബേക്കറിന്ന് ഏതാ മേടിക്കാൻ പോണേ ജോർജി? ബർഗർ. എങ്ങനെയുണ്ട് ബർഗർ? ഇതാണിപ്പോ ഇവരുടെ ട്രെൻഡിങ് ഡെസേർട്ടിന്റെ സ്ഥലം. ഇല്ല ഇപ്പൊ കഴിക്കുന്നുണ്ടോ? ഇല്ല. ഏതാ മേടിച്ചത്? ചീസ് ബോംബ്. ചീസ് ബോംബ്. ചീസ് ബോംബ്. ബീറ്റ് ബോക്സിലെ ചിക്കൻ ഷവായി വിത്ത് സിലോൺ പൊറോട്ട. ഗാർലിക് സോസ് കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റ്. ഒന്ന് കഴിച്ചേ നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഇത് ഏതായിരുന്നു പേര് മറന്നു പോയി അമ്മ. നല്ലതാണോ ജോ? ഇതാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ജോർജി. ജോർജി എന്താ പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടാവില്ലാന്ന്? അമ്മയ്ക്ക് പിസ്താഷ്യോ ഇഷ്ടമല്ലല്ലോ. ആ പിസ്താഷ്യോ എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ ടേസ്റ്റ് ചെയ്ത പക്ഷേ പിസ്താഷ്യോ എനിക്ക് മറ്റേനേക്കാളും ഇത് ഇഷ്ടമായി. കൊറേ ലെയർ ചെയ്ത് വരുന്ന ഒരു കപ്പിൽ വരുന്ന ഒരു ഇതില്ലേ, അത് ഏതായിരുന്നു ജോർജി? അത് സലാം കെട്ടിയ. അതിനേക്കാളും എനിക്ക് ഇഷ്ടമായി.